നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ സഭാ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി കുര്യയിലെ വൈദികരെ ആക്രമിക്കുവാൻ ശ്രമിച്ച 21 വൈദിക വേഷധാരികൾ അല്ലെങ്കിൽ ലോഹത്തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് സിനഡിനോടും സഭാ അധികാരികളോടും വിശ്വാസികൾ ആവശ്യപ്പെട്ടത് കൃത്യമായിട്ട് തന്നെ സഭാ സിനഡും എറണാകുളം അതിരൂപത അധികാരികളും ചെവിക്കൊണ്ടു എന്ന് ഇപ്പോൾ ഇതാ തെളിഞ്ഞിരിക്കുന്നു. ഈ 21 ലോഹത്തൊഴിലാളികളിൽ 6 പേരെ സഭ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബാക്കി 15 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തുകൊണ്ട് വളരെ ശക്തമായ തീരുമാനം സഭ എടുത്തതിന് പുറകെ തന്നെ നിയമപാലകരും ആക്ഷനിൽ വന്നു കഴിഞ്ഞു. സഭയുടെ നിർദ്ദേശപ്രകാരം, സഭയുടെ ആവശ്യപ്രകാരം സഭാ ആസ്ഥാനം കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ച 21 പേരെ പോലീസ് അവിടുന്ന് നീക്കം ചെയ്തിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ദൃശ്യ മാധ്യമങ്ങൾ വഴി കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ ഇവരൊക്കെ നുണയന്മാരുടെ പിതാക്കന്മാരും നുണയന്മാരുടെ രാജാക്കന്മാരുമായതിനാൽ നുണകൾ മാത്രമേ ഇവർ പറയുകയുള്ളൂ. ഇവിടെ ചിലരുടെ നുണപ്രചരണം നമ്മൾക്ക് കേൾക്കാം. ഇവർ പറയുന്നത് രാത്രിയും ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോയി, പോലീസ് ഞങ്ങളോട് അസഭ്യം പറഞ്ഞു, പോലീസ് ഞങ്ങളോട് അത് ചെയ്തു ഇത് ചെയ്തു, ഞങ്ങളെ പൊക്കിയെടുത്ത് പുറത്തെറിഞ്ഞു എന്നൊക്കെയാണ്. അപ്പോൾ ഒരൊറ്റ ചോദ്യം, പോലീസ് ഏതായാലും അസഭ്യം പറയുകയില്ല, പ്രത്യേകിച്ച് ഈ ലോഹധാരികളാകുമ്പോൾ കേരള പോലീസ് ഇപ്പോഴും സഭയെയും സഭാ സംവിധാനങ്ങളെയും ബഹുമാനിക്കുന്ന നിമിത്തം അവരുടെ തെറ്റിദ്ധാരണ കാരണം ഇവരെയും പോലീസ് അസഭ്യം പറയുവാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം ഇവർ ഇപ്പോഴും ലോഹയിട്ടത് കാരണം സഭയുടെ ആളുകളാണ് എന്ന് പോലീസ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ഇവരെ സഭ പുറത്താക്കിയതാണെന്ന് നിയമപാലകർ അറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഏതായാലും ഇത് പറയുന്നത് പോലീസ് അസഭ്യം പറഞ്ഞു എന്നാണ്. അപ്പോൾ ഒരു ചോദ്യം, അസഭ്യം പറയുവാൻ നിങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ ലോഹത്തൊഴിലാളികളെ എന്നാണ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ പോലീസിനെ വിളിച്ചു വരുന്നത് മനസ്സിലാക്കും. ഞങ്ങൾ അവിടെ ശാന്തമായി കിടന്ന് ഉറങ്ങിയിരുന്ന ആളുകളെ ഈ പുലർച്ചെ സമയത്ത് വന്ന് വളരെ അക്രമാസക്തമായ രീതിയിൽ, ഞങ്ങളൊന്നും ഇത് കണ്ടിട്ടില്ല, വളരെ അക്രമാസക്തം പിടിച്ച് തന്നെ ഇങ്ങനെ 2 കൈയിലും വീഡിയോ ഷൂട്ട് ചെയ്തിടയിലുണ്ട്, പിടിച്ചു വലിച്ചാണ് അവിടുന്ന് ഓടിക്കൊണ്ടിരുന്നത്. നിലത്തിടും, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അസഭ്യ വർഷങ്ങൾ. പോലീസ് ഇങ്ങനെ ഈ അസഭ്യ വർഷം നടത്താൻ പോലീസിന് അവകാശം കൊടുക്കാൻ അത്രയ്ക്കും നീചമായ രീതിയിൽ, മോശമായ രീതിയിൽ ഈ അച്ഛന്മാർ അങ്ങോട്ടുള്ള നിങ്ങളുടെ നീക്കം എന്താണ്? ഞങ്ങൾ ഒന്നുകിൽ അറസ്റ്റ് രേഖപ്പെടുത്തണം. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ ഒരു ട്രസ്പാസ്, ഒരു ക്രിമിനൽ ഒരു നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. സസ്പെൻഷൻ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ കേട്ടു ഇവരുടെ വാചക കസർത്തുകൾ. അപ്പോൾ അനുവാദമില്ലാതെ രൂപത ആസ്ഥാനത്ത് ഇടിച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന കുരിയ അംഗങ്ങളെ തടവിലാക്കുവാൻ ശ്രമിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുവാനും കയ്യേറ്റം ചെയ്യുവാനും ശ്രമിക്കുകയും ചെയ്തപ്പോഴൊന്നും ഈ പറയുന്ന ന്യായീകരണമൊന്നും ഇല്ലായിരുന്നോ? വിമത ലോഹത്തൊഴിലാളികളെ, ഗുണ്ടാ പ്രവർത്തകരെ എന്നാണ് ഇവരോട് വിശ്വാസികൾക്ക് ചോദിക്കുവാനുള്ളത്. ഇതിന്റെയൊക്കെ മുൻപിൽ നിന്ന പ്രൊക്കുറേറ്റർ സൈമൺ പള്ളുപ്പേട്ടയച്ചനെ ഭീഷണിപ്പെടുത്തുവാനും കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചവരിൽ മുഖ്യനായ തളിയന്റെ കരച്ചിൽ കൂടി നമ്മൾക്കൊന്ന് കേൾക്കാം. തളിയൻ എന്താണ് ഇതിനു ശേഷം പറഞ്ഞത് എന്ന് വളരെ നാടകീയമായി, വളരെ അഭിനയ പാടവത്തോടു കൂടിയാണ് തളിയന്റെ ഈ നാടകം ഒന്ന് കണ്ടു നോക്കുക. വളരെ രസകരമാണ്. എന്നെ അവരെ മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അനീഷ് ജോയ് എന്ന CIയും കൂട്ടരുമൊക്കെയാണ് ഇത് ചെയ്തത്. അവരവിടെ നിന്ന് വലിച്ചഴിച്ച് പോലീസ് അതിക്രമമാണ് കാണിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, 78 വയസ്സായി, എഴുന്നേക്കാൻ പറ്റില്ല. അവരെന്നെ പിടിച്ച് വലിച്ച് എഴച്ചാണ് കൊണ്ടുവന്നത് ഇവിടെ വരേക്കും. പോലീസുകാർ പിടിച്ച് വലിച്ച് ഇവിടെ വരെ എത്തിച്ചു. അതിക്രമം എന്നെ ശാരീരികമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും എന്നെ പിടിച്ച് വലിച്ചാണ് കൊണ്ടുവന്നത്. 2 കൈകളും 2 കാലുകളും പിടിച്ച്, 2 കൈമേം കാലുമേം പിടിച്ച് വലിച്ചഴിച്ച് അവരോട് അവരെ കൊണ്ടുവന്നു. കുർബാന എല്ലാനായിട്ടേ ആ ഷെൽഫ് തുറന്നു കിട്ടണം. എന്താ പറ്റിയ? അല്ല, എന്താ പറഞ്ഞ ക്ലാരിറ്റിയില്ല. ഇത് കൈ അച്ഛന്റെ കൈ നമുക്ക് സംസാരിക്കണ്ടേ?
അല്ലല്ല, അച്ഛൻ റീസണബിൾ ആയിട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ല. റീസണബിൾ ആയിട്ട് പറഞ്ഞോ. ഞങ്ങള് കുർബാനയിലാണ് വേണ്ടത്, അച്ഛനല്ലല്ലോ തീരുമാനിക്കണേ. അതായത് ഫൈനാൻസ് കൗൺസിലിനോ ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ നിയമന ഇൻവാലിഡ, ഇദ്ദേഹം ഒപ്പിടുന്ന കാര്യങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വരും. സഭാവിരുദ്ധ വിമതരുടെ മുഖം മൂടി ഇവിടെ അഴിഞ്ഞു വീണിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം മെത്രാന്മാരെയും മെത്രാൻ സിനഡിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സഭാവിരുദ്ധത നടത്തിക്കൊണ്ടിരുന്ന, മാർപ്പാപ്പയ്ക്കെതിരെ സമരം ചെയ്ത, സഭാ സിനഡിനെതിരെ സമരം ചെയ്ത, കത്തോലിക്ക വിശ്വാസത്തിനെതിരെ സമരം ചെയ്തിരുന്ന വിമതർ അതേ രീതിയിൽ തന്നെ മീഡിയയെ ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ മീഡിയ തിരിച്ചടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മീഡിയയോട് പറയുന്നത്, ഞങ്ങളെ വിമതരെന്നല്ല വിളിക്കേണ്ടത്, ഞങ്ങളാണ് ഔദ്യോഗിക പക്ഷം, അരമനയ്ക്കകത്തിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണ് മീഡിയ, മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണ് വിമതർ എന്ന് വേണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനെന്ന് മീഡിയ പറഞ്ഞു. ഞങ്ങൾ സത്യം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നത് അല്ല ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ മീഡിയയിൽ നിന്ന് മുഖമടച്ചുള്ള അടിയാണ് വിമതർക്ക് കിട്ടിയത്. തോൽക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുള്ള യുദ്ധത്തിൽ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഭ്രാന്തളകിയ അവസ്ഥയാണ് വിമതർക്ക്. നമുക്ക് കാണാം. തവണ ഇവർ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമത വിഭാഗമാണ്, ഞങ്ങൾ വിമതരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മനോരമ ന്യൂസിനെ, ഒപ്പം തന്നെ ന്യൂസ് മലയാളത്തെ, അങ്ങനെ എല്ലാ ചാനലുകളെയും ഒറ്റതിരിഞ്ഞ റിപ്പോർട്ടർമാരുടെ പിന്നാലെ നടന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് DCPയുടെയും ഒപ്പം തന്നെ ADMന്റെയും നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച നടന്നത്. ഈ മധ്യസ്ഥ ചർച്ച പരാജയപ്പെടുകയാണ് ചെയ്തത്. സമവായ ചർച്ച തീരുമാനമായില്ല. കാരണം ഈ ബിഷപ്പ് ഹൗസിന്റെ അകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിനോട് ഈ വൈദികർക്ക് പ്രതിഷേധം വയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുമോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവർ അത് അനുവദിക്കാനാകില്ല എന്ന് പറയുകയും അതേ തുടർന്ന് ഈ സമരം നടത്താനാകില്ലെന്ന് പോലീസ് ഇവരെ അറിയിച്ചു. അങ്ങനെയെങ്കിൽ അറസ്റ്റ് നടത്തണം, വൈദികരെ അറസ്റ്റ് ചെയ്തോളൂ, അതല്ലാതെ ഞങ്ങൾക്ക് മുമ്പിൽ മറ്റു പോംവഴിയില്ല എന്ന് ഇവർ പറഞ്ഞതിനെ തുടർന്നാണ് 21 വൈദികരെ അറസ്റ്റ് ചെയ്തത്. 21 വൈദികരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെയാണ് പല പള്ളികളിൽ നിന്നായി ഇവിടെ പ്രതിഷേധത്തിനെത്തിയ 100ഓളം വൈദികരെ ഇപ്പോൾ അറസ്റ്റ് ഭരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് കയറുകയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്തത്. ഇതിനിടെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇവർ വളരെ അസഭ്യ വാക്കുകൾ പറയുകയും മോശം രീതിയിൽ നിങ്ങൾ പറയുന്നത് റിപ്പോർട്ട് ചെയ്യണോ ചേട്ടാ? നിങ്ങൾ പറയുന്നത് റിപ്പോർട്ട് ചെയ്യണോ? സംസാരിച്ച്
ഇപ്പോൾ ആ ഒരു പച്ച ഷർട്ടിട്ട ആളെ, ഒരു പ്രായമായ ഒരാളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇവർ രാവിലെ മുതൽ നമ്മളോട് വലിയ രീതിയിൽ, അതായത് നമ്മൾ പലപ്പോഴായി വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇവർ പറയുന്നത് ഞങ്ങളാണ് ഔദ്യോഗിക പക്ഷം, ഞങ്ങൾ വിമത വിഭാഗമല്ല, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വിമത വിഭാഗം എന്ന് പറയുന്നത്, ഇവർ ഇവിടുന്ന് പുറത്തു പോകണം, ബിഷപ്പ് ഹൗസിലുള്ളവരാണ് പുറത്തു പോകേണ്ടത്, ഞങ്ങളാണ് സഭ ഭരിക്കുന്നത്, 90% ആൾക്കാരും 99% ആൾക്കാരും ഞങ്ങൾക്കൊപ്പമുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതവണയും നമ്മൾ അവരോട് പറഞ്ഞു. അപ്പോഴും നമ്മൾ പറഞ്ഞു, ചേട്ടാ ഈ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് ബിഷപ്പ് ഹൗസിൽ ഇരിക്കുന്നവരെ അനുകൂലിക്കുന്ന പക്ഷമാണ്, അവരെയാണ് ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത്. സിനഡിന്റെ തീരുമാനം, റോമിലെ മാർപ്പാപ്പയുടെ തീരുമാനത്തെ എതിർക്കുന്നവരാണ് നിങ്ങൾ, അപ്പൊ ആ തീരുമാനത്തെ എതിർക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ വിമതപക്ഷം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അത് പക്ഷെ അവർ അംഗീകരിച്ചില്ല. പലതവണ നമ്മളോട് ഭീഷണിയുടെ സ്വരത്തിലും ഒക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ അത് അൽമായ മുന്നേറ്റം എന്ന് പറയുമ്പോൾ അതും അവർക്ക് പറ്റുന്നില്ല. ഞങ്ങൾ അങ്ങനെയുമല്ല, ഞങ്ങളാണ് ശരിക്കുമുള്ള വിശ്വാസികൾ, ഞങ്ങളെ വിശ്വാസികൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രാവിലെ മുതൽ നമ്മളുടെ പിന്നാലാണ്. നമ്മൾ ഇവർ കാര്യമാക്കിയിരുന്നില്ല. പിന്നീട് ഇവരുടെ ചർച്ചകൾ നടത്തുകയും ചർച്ച ഒരു രീതിയിലുള്ള പരിഹാരമാകാതെ പോവുകയും ചെയ്തതോടെയാണ് ഇവർ പ്രകോപിതരായത്. വൈദികരെ അടക്കം അറസ്റ്റ് ചെയ്ത് മോയിക്കുന്നു എന്നുള്ള തീരുമാനം വന്നപ്പോൾ ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോൾ ഇവർ പ്രകോപിതരായി. ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകനായ സഹിൻ ആന്റണിക്ക് നേരെ പ്രതിഷേധമുണ്ടായത്. സഹിൻ ആന്റണിയെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ സ്ത്രീകളടക്കമുള്ളവർ വന്ന് വട്ടം കൂടി നിന്ന് മൈക്ക് ഐ ഡി തട്ടിപ്പറിക്കുകയും മൈക്ക് അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. അതിനുശേഷം ഉന്തി ഈ ബസിലിക്ക പള്ളിയുടെ കോമ്പൗണ്ടിന് പുറത്തേക്ക് വിടുകയും ചെയ്തു. ഇതേ തുടർന്ന് നമ്മളിത് ചോദ്യം ചെയ്യുകയും അതിനുശേഷം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ലല്ലോ, നമ്മൾ മാധ്യമപ്രവർത്തകരല്ലേ. ഏതായാലും മീഡിയ തിരിഞ്ഞു എന്ന് കണ്ട മുണ്ടാടൻ അവസാനത്തെ അടവിറക്കി നോക്കുകയാ. മീഡിയയുടെ ഒരു മാപ്പങ്ങ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞതോ, പോലീസുകാര് കാണിച്ചത് അതിക്രൂരമാണ്, ഞങ്ങളുടെ വൈദികരുടെ തിരുവസ്ത്രം വലിച്ചു കീറിയെന്ന് വരെയാണ് മുണ്ടാടന്റെ തള്ള്. ഈ തള്ള് കേട്ടാൽ പെറ്റതള്ള പോലും ക്ഷമിക്കുകയല്ല. കാര്യം ഇവരിട്ടിരിക്കുന്നത് ഏത് തിരുവസ്ത്രമാണ്? ഇവരിട്ടിരിക്കുന്ന വെള്ളലോഹയാണോ മുണ്ടാടൻ തിരുവസ്ത്രം എന്ന് പറയുന്നത്? തിരുവസ്ത്രം എന്ന് സഭ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ബലിയർപ്പണത്തിന് ഉപയോഗിക്കുന്ന കാപ്പയും മറ്റു വസ്ത്രങ്ങളുമാ. അല്ലാതെ നിങ്ങൾ ഇട്ടിരിക്കുന്ന നാണം മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ വെളുത്ത ലോഹ, അറബി ലോഹയെ അല്ല തിരുവസ്ത്രം എന്ന് പറയുന്നത്. എന്നെങ്കിലും മുണ്ടാടൻ ഓർക്കണ്ടേ. ഞങ്ങളിൽ പലരും, എല്ലാവരും ഒരേപോലെയുള്ള ആളുകളെല്ലാം കുറച്ച് ഇമോഷണൽ ആണ്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ അല്പം പ്രശ്നം ഉണ്ടായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മാധ്യമപ്രവർത്തകരോട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ ഒരു സോറി ചോദിക്കുകയാണ്. ഞങ്ങളുടെ 21 വൈദികരെ ഇന്ന് രാവിലെ നമ്മുടെ ACP ജയകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഈ അരമനയുടെ കോമ്പൗണ്ടിൽ എത്തിച്ചു. ഈ കോമ്പൗണ്ടിൽ എത്തിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ വൈദികരുടെ തിരുവസ്ത്രം പോലീസുകാരെ കീറി. ഞങ്ങൾ 21 ധീര പുരോഹിതരും പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു പോകണ്ട, ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയിക്കോളൂ, അറസ്റ്റ് ചെയ്തോളൂ എന്നാണ് അവർ പറഞ്ഞത്. കൂടെ മുണ്ടാടൻ പറയുന്നത് മാർ ബോസ്കോ പുത്തൂരിനെ തെറിപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുവാൻ കാരണം ഞങ്ങളാണ്, ഞങ്ങൾക്ക് കിട്ടിയ വിജയമാണിത്, സിനഡ് പുള്ളിയെ എടുത്തെറിഞ്ഞു, പുള്ളിയുടെ രാജി വാങ്ങിയെന്നൊക്കെ വളരെ വിശദമായിട്ട് വാചക കസർത്ത് നടന്ന മുണ്ടാടൻ പറയുന്നത്, മാർ ജോസഫ് പാംപ്ലാനി പുതിയ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അധികാരിയായിട്ട് വരുമ്പോൾ ഞങ്ങളാണ് ജയിച്ചത്, നിങ്ങൾ കണ്ടോളൂ എന്ന് പറയുന്ന ഈ പമ്പര വിട്ടിത്തമുള്ള, അല്ലെങ്കിൽ പമ്പര വിട്ടിത്തം വിളമ്പുന്ന മുണ്ടാടന് കൃത്യമായിട്ടുള്ള സന്ദേശമാണ് സഭയുടെ ഔദ്യോഗിക വക്താവ് നൽകുന്നത്. സഭയുടെ PRO പറയുന്നത്, ആരെന്തൊക്കെ കളിച്ചാലും മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പുറകോട്ടില്ല. പരിശുദ്ധ ബലിയർപ്പണ കാര്യത്തിൽ സഭാ സിനഡോ വത്തിക്കാനോ ഒരിഞ്ച് പോലും പുറകോട്ട് പോവുകയില്ലെന്ന് കൃത്യമായ സന്ദേശം വിമതർക്ക് നൽകുകയാണ്. ഇതോടുകൂടി വിമതരുടെ കളികൾ അവസാനിക്കണം, അല്ലെങ്കിൽ അവസാനിപ്പിക്കണം. അല്ലാതെ നിങ്ങൾ എന്ത് കിടന്ന് നാടകം കളിച്ചാലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയാലും സഭ നിങ്ങൾ പറയുന്നത് പോലെ മുൻപോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല. ഇതൊരു വിശ്വാസ സത്യമാണ്. സഭയുടെ ഔദ്യോഗിക നിലപാടാണ് PRO നമ്മൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയത്. നമ്മൾക്ക് അത് കേൾക്കാം. ഈ അടുത്ത ദിവസങ്ങളിൽ സഭയുടെ സിനഡ് നടന്നുകൊണ്ടിരിക്കെ തന്നെ നിരാഹാര സമരം ഇരിക്കുക പോലുള്ള സമരപരമ്പരകൾ നടത്തിയതും
കഴിഞ്ഞ 2 ദിവസമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന ഭവനം കയ്യേറിക്കൊണ്ട് അവിടെ അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്തത് അത്യന്തം അപലപനീയമാണ്. ഈ കാര്യങ്ങളിൽ എറണാകുളത്തുള്ള കൂരിയായിലെ ബഹുമാനപ്പെട്ട വൈദികരുമായി ഞാൻ സംസാരിക്കാനിടയായി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിവന്ദ്യമാർ ബോസ്കോ പുത്തൂർ പിതാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് സിനഡിൽ പങ്കെടുത്തുകൊണ്ട് കാക്കനാടുള്ള ഇവിടെ മൗണ്ട് സെൻറ് തോമസിലാണ് പിതാവുള്ളത്. അതിരൂപതാ ഭവനത്തിന് നാഥനില്ലാത്ത സമയത്ത് അവിടെ അതിക്രമിച്ച് കയറുകയും അതും ഒരു ദിവസം അപ്രതീക്ഷിതമായി യാതൊരു മുന്നറിയിപ്പുകളും നൽകാതെ ഏകദേശം 21ഓളം അച്ഛന്മാർ ഉച്ചയ്ക്ക് 2 മണിയോടടുത്ത സമയത്താണ് ഇപ്രകാരം അവിടെ അതിക്രമിച്ച് കയറിയത്. അതിക്രമിച്ച് കയറിയത് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ അടുത്തുള്ള ഒരു കടയുടെ അകത്തുകൂടെ കയറി സ്കൂളിൻ്റെ ബിൽഡിങ്ങിന് ഒരു ക്ലാസ് മുറിയുടെ വാതിലിലൂടെയാണ് അവർ കടന്ന് അതിരൂപതാ ഭവനത്തിലേക്ക് ചെന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ചെന്നു എന്ന് മാത്രമല്ല, അവിടെ ചെന്ന് ഞങ്ങളുടെ സമരം ഇരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലൈവായി വാർത്തകൾ കൊടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന അതിരൂപതയുടെ കൂരിയായിലെ ബഹുമാനപ്പെട്ട വൈദികരെ ബന്ധികളാക്കുന്ന രീതിയിൽ അതിരൂപതാ ഭവനത്തിൻ്റെ കൂരിയായുടെ ഓഫീസുകളൊക്കെ താഴിട്ട് പൂട്ടുകയും അതിരൂപതാ ഭവനത്തിലേക്കുള്ള വഴികളും പാസേജുകളും മറ്റും അടച്ചു പൂട്ടുകയും ഒക്കെ ചെയ്തത് അത്യന്തം അപലപനീയമാണ്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള വൈദികർ പറഞ്ഞതനുസരിച്ച് അവിടെയുള്ള CCTV ക്യാമറകൾ മറച്ചു വെച്ചുകൊണ്ടാണ് അവരിപ്രകാരം അവിടെയുള്ള വൈദികരെ ബന്ധികളാക്കിയത്. 2 ദിവസം കൂരിയായിലുള്ള ബഹുമാനപ്പെട്ട വൈദികർക്ക് ഭക്ഷണം പോലും കൊടുക്കാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചു, പീഡിപ്പിച്ചു എന്നുള്ളത് തീർച്ചയായും അത്യന്തം മോശമാണ്. വൈദികരുടെ അടുക്കൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. സാധാരണ മനുഷ്യർ പോലും ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെയും സഭ ഇതിനെ അപലപിക്കുന്നു. ക്രൈസ്തവമല്ലാത്ത സമരപരിപാടികളിലൂടെ ഇപ്രകാരമുള്ള തീരുമാനങ്ങളെ പിൻവലിപ്പിക്കാമെന്ന് ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. കാരണം മാർപ്പാപ്പ അംഗീകരിച്ച സഭാ സിനഡിൻ്റെ തീരുമാനത്തെ ഒരു കാരണവശാലും പിൻവലിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. മാർപ്പാപ്പ അന്തിമമായി തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയും ഈ കാര്യത്തിൽ ഒരു പുനരാലോചന ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സിനഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായവും തീരുമാനവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്രകാരമുള്ള അക്രമ സംഭവങ്ങൾ നടത്തിയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചും സമര പരമ്പരകൾ നടത്തിയും ആരുടെയെങ്കിലുമൊക്കെ മനസ്സ് മാറ്റാമെന്നോ അതുമല്ലെങ്കിൽ ഇപ്രകാരമുള്ള തീരുമാനത്തെ പിൻവലിപ്പിക്കാമെന്നോ കരുതുന്നത് ബാലിശമാണെന്ന് മാത്രമല്ല, ഇപ്രകാരമുള്ള അക്രമ സംഭവങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ സാധ്യമല്ല. അഭിവന്യ ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നിയമപാലകരുടെ പോലീസിൻ്റെ സേവനം ആവശ്യപ്പെട്ടു. പോലീസ് കഴിഞ്ഞ 2 ദിവസമായി ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ സംയമനത്തോടുകൂടെ പ്രവർത്തിക്കുകയായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തില്ല, അവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അതിക്രമിച്ച് കയറിയതാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവരോട് വളരെ സഹിഷ്ണുതയോടുകൂടെ നമ്മുടെ പോലീസുകാർ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെയും പോലീസുകാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടും വീണ്ടും വീണ്ടും അവിടെയുള്ള ഈ അതിക്രമിച്ച് കയറിയ 21ഓളം വരുന്ന വൈദികർ പ്രകോപനപരമായി സംസാരിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോകൾ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ബൈബിളിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവൻ നുണയനാണ്, നുണയന്മാരുടെ പിതാവാണെന്ന് പറയുന്നത് സാത്താനെ പറ്റിയ പൈശാചിക ശക്തികളെ പറ്റിയാണ്. അതുപോലെ തന്നെ എറണാകുളത്തെ വിമത നേതാക്കന്മാർ മുഴുവൻ ഇത്തരം പൈശാചിക ശക്തികളാണ്, നുണയന്മാരാണ്. ഇപ്പോൾ പറയുന്നത് നാളെ പറയില്ല, നാളെ പറയുന്നത് മറ്റന്നാൾ പറയുകയില്ല എന്ന് സ്വയം തെളിയിച്ച നുണയന്മാരുടെ ഈ നേതാക്കന്മാരുടെ പുറകെയാണോ എറണാകുളത്തെ വിശ്വാസികളെന്ന് ആദ്യം ചിന്തിക്കണം. കാരണം ഈ നുണയന്മാർ പറഞ്ഞത് മുഴുവൻ നുണയാണ്, നുണകൾ മാത്രമേ പറയുള്ളൂ. അത്തരം ഒരു മഹാനുണയന്റെ ചില നുണകൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ വഴി കണ്ടു കാണും. നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാം. ഇവിടെ ഈ നുണയൻ പറയുന്നത്, അല്ലെങ്കിൽ നുണകളുടെ പിതാവ് പറയുന്നത്, നമ്മൾക്ക് കുർബാന പ്രശ്നമല്ല ഇപ്പോൾ പ്രശ്നം, നമ്മൾക്ക് പ്രശ്നം ഈ ക്രിമിനൽ കുരിയായെ മാറ്റുക എന്നുള്ളതാണ്. ഇവർക്ക് പല സമയത്തും പല പ്രശ്നങ്ങളായിരുന്നു. നമ്മൾക്കറിയാം, പരിശുദ്ധ ബലിയർപ്പണത്തെ വ്യഭിചരിക്കുവാൻ മാത്രം കൂട്ടുനിൽക്കുന്ന ഇത്തരക്കാർക്ക് ആദ്യം പണമായിരുന്നു പ്രശ്നം, പിന്നീട് സ്ഥലമായിരുന്നു പ്രശ്നം, പിന്നീട് സ്ഥാനമോഹങ്ങളായിരുന്നു പ്രശ്നം, പിന്നീട് കുർബാനയായിരുന്നു പ്രശ്നം, ഇപ്പോൾ കുരിയയാണ് പ്രശ്നം, അതിനുശേഷം സിനഡാണ് പ്രശ്നം, പിന്നീട് മാർപ്പാപ്പയാണ് പ്രശ്നം. അപ്പോൾ ശരിക്കും ഇവരുടെ പ്രശ്നം എന്താ? ഇവരുടെ പ്രശ്നം മറ്റൊന്നുമല്ല, പണമാണ് ഇവരുടെ പ്രശ്നം. പോക്കറ്റ് നിറയെ കാശ് കിട്ടിയാൽ ആരെയും എന്തും വിളിച്ചു പറയുന്ന ഇത്തരം നുണയന്മാരുടെ ശരിക്കുള്ള മുഖം
എറണാകുളത്തുള്ള വിശ്വാസികൾ കാണണം. ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുക, പോലീസിനെതിരെ തിരിഞ്ഞിരിക്കുക, പറയുന്നത് സർക്കാർ ഇവർക്കെതിരായെങ്കിൽ പറയണം, ഞങ്ങളുടെ പിന്തുണ പിൻവലിക്കുമെന്നാ പറയുന്നത്. 4, 3, 7 പേരുള്ള ഇവർ എന്ത് പിന്തുണ നൽകാൻ സർക്കാരിന്? നമുക്ക് ഈ നുണയൻ വിളിച്ചു കൂവിയ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം കേൾക്കാം. ഇന്ന് രാവിലെ ACP ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു 500 പോലീസുകാരാണ് ക്യാമ്പ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഞങ്ങൾ ഒരു 9 അൽമായർ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഈ പോലീസുകാർ എല്ലാവരും കൂടി പുറത്തേക്ക് വരുന്നത്. ഏകദേശം 4:30 മണി സമയമായിട്ടുണ്ട്. അവര് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ACP ഏറ്റവും ആദ്യം പറഞ്ഞത് അവിടെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ അവിടെ ഇരുത്താനാണ്. അങ്ങനെ ഞങ്ങളെ 9 പേരെ അവിടെ ഇരുത്തിയതിനു ശേഷം ചുറ്റിനും ഒരു 25 പോലീസുകാരെ കൊണ്ടുവന്ന് നിർത്തി. അവർക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കൊടുത്തു. ഒരു 4:45 വേറൊരു ഓഫീസറും ഒരു 10-100 പോലീസുകാരും കൂടി ബിഷപ്പ് ഹൗസിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അത് കയറി പോകുന്നത് കണ്ട സമയത്ത് ACP ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് നേരെ എന്നോട് നോക്കിയാണ് പറഞ്ഞത്, സർക്കാർ നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതുവരെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ഈ സർക്കാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കും എതിരാണോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. ഇനി സമരം കുർബാന പ്രശ്നമൊന്നല്ല. നമ്മൾ ഇവിടെ സമരത്തിന് ഉന്നയിച്ച കുർബാന പ്രശ്നമല്ല. നമ്മൾ പറഞ്ഞത് ഈ ക്രിമിനൽ കൂലിയെ പുറത്താക്കണമെന്നാണ്. ഈ ക്രിമിനൽ കൂലിയൊക്കൊപ്പമാണോ സർക്കാർ എന്ന് വ്യക്തമാക്കണമെന്ന്. സർക്കാർ ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണോ? ഞങ്ങളെ 9 പേരെ ഇവിടെ ഇരുത്തിയിട്ട് 25 പോലീസുകാർ വട്ടം തെക്കുമ്പോ അകത്ത് നിന്ന് കൂട്ടക്കരച്ചിലാണ് കേൾക്കുന്നത്. അലറി വിളിക്കുന്ന കരച്ചിലാണ്, നമ്മുടെ വൈദികരുടെ കരച്ചിലാണ്. തല്ലല്ലേ സാറേ എന്നും പറഞ്ഞ് കരയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുപോലെ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ഈ വൈദികരെ വലിച്ചഴച്ച് കൊണ്ടുപോകാൻ സർക്കാർ നയപരമായ തീരുമാനമെടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്നുള്ള പഴമൊഴി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് ഇവിടെ അനർത്ഥകമാകുകയാണ് ചെയ്തത്. നമുക്കറിയാം, എറണാകുളം അതിരൂപതയിലേക്ക് മാർപ്പാപ്പ നിയോഗിച്ച അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത പിതാവിനോട് തന്റെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ വിദ്വാൻ ഇവിടെ ACP ജയകുമാറിനോട് പറയുകയാണ്, തന്റെ ജോലി നിർവഹണത്തിനിടയ്ക്ക് സഭാ മേലധികാരികൾ ആവശ്യപ്പെട്ട പ്രകാരം സഭാസ്ഥാനം ആക്രമിച്ച് കീഴടക്കാൻ തുനിഞ്ഞ 21 വൈദിക ലോഹ തൊഴിലാളികളെ അവിടെ നിന്ന് നീക്കം ചെയ്തതിനെതിരായിട്ട് ആൻഡ്രൂസ് താഴത്തിന്റെ കാല് തല്ലിയൊടിക്കൂ എന്ന് പറഞ്ഞ സഭാവിരുദ്ധനായ പൈശാചിക ശക്തി നിറഞ്ഞ ഈ വിദ്വാൻ ACPയോട് പറയുന്നത്, താൻ ഒരു ഹിന്ദുവാണ്, ഞങ്ങളുടെ മതവികാരത്തെ താൻ വ്രണപ്പെടുത്തി, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളുടെ അച്ഛന്മാരുടെ ലോഹയിൽ തൊട്ടു, അവരെ വലിച്ചിഴച്ചു, അടിച്ചു എന്നൊക്കെയാണ് ഈ സഭാവിരുദ്ധനായ പൈശാചിക ശക്തി വിളിച്ചുകൂവുന്നത്. അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം, മാർപ്പാപ്പയെ അനുസരിക്കാത്ത, സിനഡിനെ അനുസരിക്കാത്ത, പരിശുദ്ധ ബലിയർപ്പണത്തെ പോലും അനുസരിക്കാത്ത ലോഹത്തൊഴിലാളികളുടെ കൂടെ കൂടി സഭയെ നശിപ്പിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ഈ പറയുന്ന വ്യക്തിക്ക് കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ മുഴുവൻ അച്ചാരം ആരാണ് കൊടുത്തത്? ഈ പറയുന്ന വ്യക്തിയെ ആരാണ് ഉത്തരവാദപ്പെടുത്തിയത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ? കത്തോലിക്ക സഭയുടെ ശത്രുവായി മാറിയ, കത്തോലിക്ക സഭയെ മുച്ചൂട് മുടിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇത്തരം പാഷാണ കൃമികൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ സഭാ നേതൃത്വം കണ്ണും പൂട്ടിയിരിക്കുകയല്ല വേണ്ടത്. കാരണം സഭാ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് നിയമപാലകർ അവിടെ എത്തിയത്. സഭാസ്ഥാനം ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ തുനിഞ്ഞ ആക്രമകാരികളായ വിധ്വംസക പ്രവർത്തകരായിട്ടുള്ള ലോഹ തൊഴിലാളികളെ, അതും സഭ അതിൽ 6 പേരെ ഇപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത് സഭയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോട് സീറോ മലബാർ സഭയുടെ തന്നെ പേരിൽ സംസാരിക്കുവാൻ ഈ സഭാവിരുദ്ധനായ പൈശാചിക ശക്തിക്ക് ആരാണ് അനുവാദം കൊടുത്തത്? ഇതിനെതിരെ സഭാ നേതൃത്വം നിയമപാലകരോടാണ് ആവശ്യപ്പെടേണ്ടത്. സീറോ മലബാർ സഭയുടെ പേരിൽ, കത്തോലിക്ക സഭയുടെ പേരിൽ മതസ്പർദ്ധ വളർത്തുവാൻ ശ്രമിക്കുന്ന ഇത്തരക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തോലിക്ക സഭ, സീറോ മലബാർ സഭ നിയമപാലകരോട് ആവശ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത്തരക്കാർ മതസ്പർദ്ധ വളർത്തുവാനും തമ്മിൽ ചേരിതിരിവുണ്ടാക്കുവാനും മതങ്ങൾ തമ്മിൽ വേർതിരിവ് കാണിക്കാനും ഇത്തരക്കാർ പണിപ്പെടുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്
മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ ഈ വിദ്വാൻ, ഈ സഭാവിരുദ്ധൻ, ഈ പൈശാചിക ശക്തി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ തടസ്സം വരുത്തിക്കൊണ്ട് താൻ ഒരു ഹിന്ദുവല്ലേ, ഞങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു, തനിക്ക് എന്താണ് അവകാശം, സമാധാനം പറയാൻ താൻ ക്രിസ്തുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞ സമാധാനം ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതല്ല. ക്രിസ്തു പറഞ്ഞ സമാധാനം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും ക്രിസ്തുവിന്റെ സമാധാനം പറയുവാനും ആശംസിക്കുവാനുമുള്ള അവകാശവും അധികാരവും ഉണ്ടെന്നുള്ളത് ഈ സഭാവിരുദ്ധ പൈശാചിക ശക്തിയെ ആരു പറഞ്ഞു മനസ്സിലാക്കും? ഇവിടെ ക്രിസ്തു ക്രിസ്ത്യാനി അല്ലായിരുന്നു എന്നുള്ള സത്യം കൂടി ഇത്തരക്കാർ മനസ്സിലാക്കണം. ക്രിസ്തു കത്തോലിക്കനല്ലായിരുന്നു. ഈ സമയത്ത് ക്രിസ്തുവാണ് നേരിട്ട് വന്ന് ഇത്തരം വിധ്വംസക പ്രവർത്തകരെ ചാട്ടവാറിനടിച്ചോടിച്ചിരുന്നെങ്കിൽ, ജെറുസലേം ദേവാലയം അശുദ്ധമാക്കിയവരെ ചാട്ടവാറിനടിച്ചോടിച്ചതുപോലെ യേശു തന്നെ നേരിട്ട് വന്ന് ഈ 21 പേരെ അടിച്ചോടിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന പൈശാചി ശക്തി ക്രിസ്തുവിനെതിരെയും പറഞ്ഞിരുന്നേനെ, താൻ ക്രിസ്ത്യാനിയല്ല, താൻ യഹൂദനാണ്, താൻ ഞങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് യേശുവിനോട് പോലും പറയുവാൻ ധൈര്യം കാണിച്ചേക്കാവുന്ന ഇത്തരം വിഷലിപ്തമായിട്ടുള്ള സഭാവിരുദ്ധനായിട്ടുള്ള പൈശാചിക ശക്തിയാണ് ഒരു പോലീസ് ഓഫീസറോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജാതി വിളിച്ചു പറഞ്ഞ്, ജാതിപ്പേര് വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ ശ്രമിച്ചത് സഭയുടെ പേരിൽ. ഈ വ്യക്തി സഭയിൽ ഇല്ലാത്ത വ്യക്തിയാണെന്നുള്ളത് സഭ തന്നെ വെളിപ്പെടുത്തണം. സഭയെ നശിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന വലിയ മഹറോൻ ശിക്ഷയ്ക്ക് പോലും വിധേയനാകേണ്ട ഈ വ്യക്തി ഇപ്പോൾ സഭയുടെ ഭാഗമല്ല. ഈ വ്യക്തി സഭയുടെ പേരിൽ ജാതിവരികൾ, ജാതി ചിന്തകൾ പ്രചരിപ്പിക്കുമ്പോൾ, മറ്റുള്ള മതത്തെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തോലിക്ക സഭയുടെ, സീറോ മലബാർ സഭയുടെ നേതൃത്വവും സിനഡും എറണാകുളം രൂപതയുടെ കുരിയായും നിയമപാലകരോട് ആവശ്യപ്പെടണമെന്നുള്ളതാണ് വിശ്വാസികളുടെ ആവശ്യം. സമാധാനത്തോടെ ഇരുന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സമാധാനം ആശംസിക്കാൻ നിങ്ങൾ കത്തോലിക്ക പുരോഹിതനല്ലല്ലോ. സമാധാനം ആശംസിക്കാൻ ACP ജയകുമാർ കത്തോലിക്ക പുരോഹിതനല്ല. നിങ്ങളൊരു ഹൈന്ദവനാണ്. നിങ്ങൾ ഞങ്ങളുടെ ക്രൈസ്തവ ആലയത്തിൽ കയറി ഞങ്ങളുടെ വൈദികരെ പീഡിപ്പിച്ചു. അതിന് മുന്നോടിയായിട്ട് ഞങ്ങളെ 8 അൽമായരെയും ഒരു വൈദികനെയും പെരുവഴിയിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. നമ്മളൊക്കെ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എറണാകുളത്തുള്ള അല്ലെങ്കിൽ എറണാകുളംകാരായ 5 മെത്രാന്മാർ വിമത പക്ഷത്താണ്, പൂർണ്ണമായും വിമതരെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൽ ഒരു പരിധിവരെയൊക്കെ സത്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ പോലും വിമതരെ കൈയൊഴിഞ്ഞിരിക്കുന്നു. പ്രമുഖ വിമത നേതാവും ലോകത്തൊഴിലാളിയുമായ തളിയന്റെ കരച്ചിൽ അതാണ് വ്യക്തമാക്കുന്നത്. തളിയൻ ഈ ആപത്ഘട്ടത്തിൽ അല്ലെങ്കിൽ തകർന്നടിയാൻ പോകുന്ന ഘട്ടത്തിൽ, ആരും സപ്പോർട്ടില്ലാത്ത ഘട്ടത്തിൽ, സഭ കൈയൊഴിഞ്ഞപ്പോൾ, നിയമം കൈയൊഴിഞ്ഞപ്പോൾ, ജനങ്ങൾ കൈയൊഴിഞ്ഞപ്പോൾ, വിശ്വാസികൾ വരെ തള്ളിക്കളഞ്ഞപ്പോൾ ഇവരെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഈ പറയുന്ന തളിയൻ തന്നെ പറയുന്ന 5 മെത്രാന്മാരെ മാറി മാറി വിളിച്ചു നോക്കി. എന്നാൽ അവരാരും തളിയനെ കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇവർ വിശ്വസിച്ചിരുന്ന ഇവരുടെ തന്നെ മെത്രാന്മാർ ഇവരെ കൈയൊഴിഞ്ഞപ്പോൾ പിന്നെ ആരാണ് ഇവരുടെ കൂടെയുള്ളത്? ദൈവം ഇവരെ പണ്ടേ കൈയൊഴിഞ്ഞതാണ്. സഭ ഇവരെ പണ്ടേ കൈയൊഴിഞ്ഞതാണ്. വിശ്വാസികൾ വരെ അമ്പേ തള്ളിക്കളഞ്ഞതാണ്. ഇപ്പോൾ ഇതാ മെത്രാന്മാർ പോലും, ഇവരുടെ സ്വന്തം മെത്രാന്മാർ പോലും ഈ പൈശാചിക ശക്തികളെ കൈയൊഴിഞ്ഞിരിക്കുന്നു. തളിയന്റെ കരച്ചിൽ നമ്മൾക്കൊന്ന് കേൾക്കാം. ഞാൻ നമ്മുടെ മെത്രാന്മാരെയൊക്കെ മാറി മാറി വിളിച്ചു. ബിഷപ്പ് കുര്യാക്കോസ് ഭരണകുളങ്ങര 5 പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചു, പക്ഷെ ഫോൺ എടുത്തില്ല. സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് മെത്രാനെ ഞാൻ 4-5 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. എഫ്രേം നരികുളം മെത്രാനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. പുത്തൻ വീട്ടിൽ ജോസ് മെത്രാനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. ചിറ്റൂപ്പറമ്പിൽ മെത്രാന് ഞാൻ പല പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. ചക്കിയത്ത് മെത്രാൻ ഫോൺ എടുത്തു, മണാഗുണ വർത്താനം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മനത്തോടത്ത് മെത്രാൻ ഫോൺ എടുത്തു. അങ്ങേര് ഇപ്പോഴ് എവിടെയാണ്, ഹൈദരാബാദ് എംബസിയിൽ പോയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർക്കൊന്നും ഇതിൽ യാതൊരു വേദനയുമില്ല. അവരൊക്കെ അവരുടെ നല്ല കാലത്ത് ഇവിടെ നമ്മൾ അവർക്കൊക്കെ പാദസേവ ചെയ്ത് അവരെയൊക്കെ സുഖിപ്പിച്ച് നടന്നു. ഇനിയും അവര് വല്ലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് അവർക്കൊക്കെ പാദസേവ ചെയ്യണമെന്നാണ് അവരുടെയൊക്കെ വിചാരം. അവര് വടിയും മുടിയും ഒക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളൊക്കെ അവരെ സ്തുതിച്ചും കൈമുത്തിയും അവരെ ആദരിച്ചും ബഹുമാനിച്ചും ഒക്കെ നിൽക്കണം. അതുമാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. നമ്മുടെ മെത്രാന്മാരുടെ, നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന നാണം കെട്ട മെത്രാന്മാരുടെ സ്വഭാവം അതാണ്.
എന്ന് ഇപ്പോഴും മനസ്സിലായി. പല പ്രാവശ്യം വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ആധാർ കാർഡ് ഉണ്ട്, ഇത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾക്ക് ഇവിടെ അവകാശമുണ്ട്, ഞങ്ങൾക്ക് ഒരു ഓസ്തി തരൂ, കുറച്ച് വീതി തരൂ, ഞങ്ങൾ കൂട്ടമായി കുർബാന ചെല്ലാമെന്ന് പറഞ്ഞ് അവിടെ അതിക്രമിച്ച് കയറിയവരെ സഭയുടെ ആവശ്യപ്രകാരം നിയമപാലകർ അവിടെ നിന്ന് പുറത്താക്കി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ ലോകത്തൊഴിലാളികൾ പറയുന്ന പച്ച നുണകൾ ഏതായാലും വിശ്വാസികൾ വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവർ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. മീഡിയയിൽ കൂടെ ജനങ്ങൾ മുഴുവൻ ഇത് കണ്ടു, മലയാളികൾ മുഴുവൻ കണ്ടു. കത്തോലിക്ക വിശ്വാസികളും സീറോ മലബാർ വിശ്വാസികളും ഇവരുടെ തനി നിറം കണ്ടു. ഇവർ യാതൊരു കാരണവശാലും ലോഹയ്ക്കകത്ത് കഴിയുവാൻ യോഗ്യരല്ല എന്ന് ഈ ഗുണ്ടാ ലോകത്തൊഴിലാളികൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധ ബലിയർപ്പണം നടത്തുന്നവർ ഉപയോഗിക്കുന്ന ഭാഷയാണോ ഇവർ ഉപയോഗിച്ചത്? പരിശുദ്ധ ബലിയർപ്പണം നടത്തുന്നവർ ഉപയോഗിക്കുന്ന ധാർഷ്ട്യമാണോ ഇവർ ഉപയോഗിച്ചത്? ഭീഷണിപ്പെടുത്തുവാനും അസഭ്യം പറയുവാനും ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുവാനുമാണോ ഇവർക്ക് ലോഹ കൊടുത്തത് എന്ന് വിശ്വാസികൾ ചിന്തിക്കട്ടെ. കാരണം ഇവർക്ക് മാർപ്പാപ്പയെ അനുസരിക്കുവാൻ സാധിക്കില്ല, ഇവർക്ക് വത്തിക്കാനെ അനുസരിക്കുവാൻ സാധിക്കുകയില്ല, ഇവർക്ക് സഭയെ അനുസരിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസികളുടെ കാശ് കൊണ്ട് ഇവിടം വരെ എത്തിയ ഇപ്പോഴും ജീവിക്കുന്ന ഇവർക്കുള്ള ധാർഷ്ട്യം, ഇവർ എന്തോ രാജകുമാരന്മാരാണ്, അല്ലെങ്കിൽ ഇവർ എന്തോ രാജാക്കന്മാരാണ്, ഞങ്ങളെന്തോ സംഭവമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടല്ലേ ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങളുടെ വീടാകാൻ ഇവർ കെട്ടിപ്പടുത്തിയ വീടാണോ? ഒരു ആധാർ കാർഡ് ആർക്കും എവിടെയും ഉണ്ടാക്കാം, വാടകക്കാർക്കും ആധാർ കാർഡ് ഉണ്ടാകാം. അപ്പോൾ ആധാർ കാർഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇടിച്ചു കയറുമെന്ന് പറഞ്ഞ് കയറിച്ചെന്ന് നിയമത്തിന് വെല്ലുവിളിച്ച് ഇവരെ പുറത്താക്കിയപ്പോൾ ഇവർ കളിക്കുന്ന അടുത്ത നാടകം അവരുടെ കാലുകൾ തല്ലിയൊടിച്ചു എന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് നാടകം കളിക്കും ചില ബിരുദന്മാരെയും നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവരൊക്കെ ശരിക്കും വൈദികരാണോ? അല്ലെങ്കിൽ തന്നെ ഇവരിൽ 6ഓളം പേരെ സഭ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. അതിലും ചില ബിരുദന്മാർ ഇപ്പോൾ ചില നോട്ടീസുകൾ ഇറക്കിയിരിക്കുന്നു. വിശ്വാസികളുടെ പേരിൽ ഞങ്ങളെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആയതിനാൽ തന്നെ കുർബാന അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്, ഞങ്ങൾ ഉടനെ വന്ന് ഈ കുർബാന അങ്ങോട്ട് അർപ്പിച്ചേക്കാം. ഇവർ ഈ പറയുന്ന കുർബാന എന്ന് പറയുന്നത് എന്തു സാധനമാ? സഭ അംഗീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർ ഉദ്ദേശിക്കുന്നത് സഭ നിരോധിച്ച സാത്താൻ ബലിയർപ്പണമാണ്. അതിനു പോലും ഇവർക്ക് യോഗ്യതയില്ല. കാരണം സഭ ഇവരെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിരിക്കുക. ഇവരിപ്പോൾ വൈദികരെ അല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ കുർബാന ചെല്ലുന്നത്? അപ്പോൾ ഇതെല്ലാം കേട്ട് വിശ്വസിക്കുവാൻ തക്കവണ്ണം അത്ര മന്ദബുദ്ധികളാണോ എറണാകുളത്തെ വിശ്വാസികളെന്ന് സ്വയം വിശ്വാസികൾ ചിന്തിക്കണം. ഇത്തരം നികൃഷ്ട ജന്മങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് പറയുവാനും ചില ബിരുദന്മാർ എറണാകുളത്തുണ്ട്. അവര് ശരിക്കും കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണോ എന്ന് പോലും പോലീസ് അന്വേഷിക്കട്ടെ. കാരണം പണ്ട് നടന്ന ഇത്തരം പ്രകടനങ്ങളിൽ പലപ്പോഴും മറ്റുള്ള സമുദായക്കാർ പോലും വന്ന്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവർ പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന എറണാകുളം രൂപതയ്ക്ക് പുറത്തുള്ളവർ പോലും കാശ് മേടിച്ചു വന്ന് പ്രകടനത്തിന് പങ്കെടുത്തതായിട്ട് ഇപ്പോഴും വിശ്വാസികൾ കരുതുന്നുണ്ട്. അതിനുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് അവിടുത്തെ വിശ്വാസികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വന്നവരൊക്കെ ശരിക്കും സീറോ മലബാർ സഭയുടെ അംഗങ്ങളാണോ എന്ന് പോലീസ് ഒന്നുകൂടി അന്വേഷിക്കണം. അപ്പോൾ ശരിക്കും സത്യം എന്താണെന്ന് പുറത്തു വരും. ആണെങ്കിൽ തന്നെ കാശ് മേടിച്ച് വന്നവരല്ലേ എന്ന് വിശ്വാസികൾ സംശയിക്കുന്നു. കാരണം ഇവർ ആർക്ക് വേണ്ടിയാണ് ഈ വൈദിക തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ അണിനിരക്കുവാൻ മുൻപോട്ട് വന്നിരിക്കുന്നത്? കാരണം ഈ വൈദിക ഗുണ്ടകൾ ഒരിക്കലും, അല്ലെങ്കിൽ ഈ ലോക തൊഴിലാളികൾ ഒരിക്കലും സഭയുടെ ഭാഗമേ അല്ല. സഭ ഇവരെ പുറത്താക്കിയിരിക്കുന്നു. സഭ ഇവരോട് കാരണം കാണിക്കൽ നോട്ടീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സഭയെ അനുസരിക്കുന്ന, മാർപ്പാപ്പയെ അനുസരിക്കുന്ന സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ, കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന, ബൈബിളിൽ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭയുടെ അംഗങ്ങളെന്ന് ചിന്തിക്കുന്നവർ എങ്ങനെ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോകത്തൊഴിലാളികളെ അംഗീകരിക്കും, അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വാസികൾ ചിന്തിക്കട്ടെ. ഇവർക്ക് പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കുവാനോ കൂദാശകൾ പരികർമ്മം ചെയ്യുവാനുള്ള അവകാശം സഭ തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ ഇവർ വൈദികരെ അല്ല. അപ്പോൾ ഇവർ വൈദികരുമല്ല, ശരിക്കുള്ള വിശ്വാസികളും അല്ലെങ്കിൽ
പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുവാൻ? ഞങ്ങൾ ഇവർക്ക് വേണ്ടി ചാകാൻ തയ്യാറാണെന്ന് വരെ ഇന്നലെ ഒരു വിരുദ്ധൻ വിളിച്ചു പറയുന്നത് കേട്ടു. അപ്പോൾ ശരിക്കും ഇവർ സഭ എന്താണെന്നോ വിശ്വാസം എന്താണെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവിടെ വന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നതെന്നോ അവിടെ നിൽക്കുന്ന ചിലർക്കെങ്കിലും അറിയാമോ എന്ന് സ്വയം ചിന്തിക്കട്ടെ. ചില നേതാക്കന്മാർക്ക് ഇതിൽ സാമ്പത്തിക ലാഭമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാ. അവർക്ക് വേണ്ടി ഒന്നും അറിയാതെ കഥയറിയാതെ ആട്ടം കാണുന്ന വിശ്വാസികളായി എറണാകുളത്തെ കത്തോലിക്ക വിശ്വാസികൾ, സീറോ മലബാർ വിശ്വാസികൾ മാറരുതേ എന്ന് മാത്രമേ ഞങ്ങൾക്കും പറയുവാനുള്ളൂ. ഏതായാലും എറണാകുളത്തെ ലോഹത്തൊഴിലാളികളുടെ നാടകം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം അവരുടെ തനി നിറം ഇന്ന് ലോകം മുഴുവൻ കണ്ടിരിക്കുന്നു. പുറമേ കാണുന്നതല്ല ഇവർ. ആട്ടിൻതോലണഞ്ഞ ചെന്നായ്ക്കളാണ് ഈ ലോഹത്തൊഴിലാളികളെന്ന് ഇന്ന് വിശ്വാസികളോടൊപ്പം തന്നെ കേരള സമൂഹവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങൾ വഴിയും ജനങ്ങൾ ഇന്ന് ഇവരുടെ തനിനിറം കണ്ടു കഴിഞ്ഞിരിക്കുകയാ. വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ വേണ്ടിയാണ് ഇവർ കത്തോലിക്ക സഭ നൽകിയ വെള്ളലോഹ ഉപയോഗപ്പെടുത്തിയത് എന്ന് ഇവർ തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമരം ചെയ്യുവാനും ആക്രമണങ്ങൾ നടത്തുവാനുമുള്ള ഒരു ലൈസൻസായി ഇത്തരം വിധ്വംസക പ്രവർത്തകർ, ഈ ലോഹത്തൊഴിലാളികൾ മാറി സഭയുടെ പുറത്തായ ഇവർ സഭയ്ക്കെതിരെ പടപ്പുറപ്പാടുകൾ നടത്തുമ്പോൾ ഇവരെ ഒറ്റപ്പെടുത്തേണ്ടത് വിശ്വാസികൾ മാത്രമല്ല കേരള സമൂഹം മൊത്തമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ മീഡിയയെ പോലും വെറുതെ വിടുവാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇവർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്യാത്തത് കാരണം മീഡിയയെ വരെ ആക്രമിക്കുവാൻ ശ്രമിച്ചവർ ശരിക്കും സത്യസന്ധരല്ല, ശരിക്കും നിയമം പാലിക്കുന്നവരല്ല, അല്ലെങ്കിൽ സത്യത്തിനൊപ്പമുള്ളവരല്ല എന്ന് ഇന്ന് കേരള സമൂഹം തന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇത്തരം വിധ്വംസക പ്രവർത്തകരെ, ലോഹത്തൊഴിലാളികളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുവാനും അവരെ തള്ളിപ്പറയുവാനും വിശ്വാസികളും സഭയും തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുവാനും ആശംസിക്കുവാനും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഇന്നലെ രാത്രി തന്നെ മുണ്ടാടന്റെ പ്രത്യേക പത്രസമ്മേളനം നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. അതിൽ പറയുന്നത് മാർ ജോസഫ് പാംപ്ലാനി പിതാവുമായിട്ട് എന്തോ ധാരണയായെന്നും അദ്ദേഹം എന്തോ എഴുതി കൊടുത്തുവെന്നും ഇവർക്കെതിരെയുള്ള കേസുകളൊക്കെ മാറ്റുമെന്നും ഒക്കെ പറഞ്ഞ് വീണ്ടും ഈ പൈശാചിക ശക്തികൾ സഭയിൽ കടന്നു വരുവാനുള്ള വഴികൾ ഉണ്ടാക്കുവാനാണോ മാർ ബോസ്കോ പുത്തൂരിനെ മാറ്റി മാർ ജോസഫ് പാംപ്ലാനി ഈ സ്ഥാനം ഏറ്റെടുത്തത് എന്ന് വിശ്വാസികൾ ചിന്തിച്ചാൽ അത് സീറോ മലബാർ സഭയുടെ വലിയൊരു ശാപമായി മാറും. അതങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ സീറോ മലബാർ സിനഡും മേജർ ആർച്ച് ബിഷപ്പും മാർ ജോസഫ് പാംപ്ലാനി പിതാവും കരുതലോടെ നീങ്ങണമെന്ന് മാത്രമേ നമ്മൾക്കും ആവശ്യപ്പെടുവാനുള്ളൂ. സഭയുടെ നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ വൈദിക തൊഴിലാളികളെ, ഈ 21 പേരെ ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ വൈദിക തൊഴിലാളികളെയും സഭയുടെ ശത്രുക്കളെയും സഭയിൽ നിന്ന് പൂർണ്ണമായും മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരാക്കി പുറത്താക്കി സഭയുടെ ശുദ്ധികലശം നടത്തുവാനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത്. അതിന് മാർ ജോസഫ് പാംപ്ലാനി പിതാവിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിൽ നിന്ന് ഈ പൈശാചിക ശക്തികൾ, അത് ലോഹത്തൊഴിലാളികളാണെങ്കിലും ലോഹയിടാത്തവരാണെങ്കിലും പൂർണ്ണമായും മാറിപ്പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.